നമസ്കാരം. ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതായ ആ സന്ദേശത്തെക്കുറിച്ച് അഥവാ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങൾക്ക് നൽകുന്ന സന്ദേശത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഓം നമഃശിവായ എന്നോ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയുടെ നാമമോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തനിക്ക് ചുറ്റും എന്ത് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കാതെ തിരിച്ചറിയാനോ അവ സ്വീകരിക്കണോ വേണ്ടയോ എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കാത്ത അവസ്ഥ നിങ്ങൾക്കുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. വളരെ വിഷമിച്ച് ഭയത്തോടെ ഇരിക്കുന്ന വ്യക്തികളുടെ ഊർജവും ഇവിടെ കാണുവാനായി സാധിക്കുന്നു. നിങ്ങൾക്കൊപ്പമുള്ള വ്യക്തികളിൽ പലരും ഇത്തരം ഒരു അവസ്ഥയിലാണ് എന്ന് തന്നെ കാണുവാനായി സാധിക്കുന്നു. ജീവിതത്തെ ശരിയായി നേരിടുവാൻ സാധിക്കാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. നിങ്ങൾക്ക് മുൻപ് സംഭവിച്ച ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചുള്ള ചിന്ത നിങ്ങളെ വല്ലാതെ അലട്ടുന്നതായ സാഹചര്യമുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. നെഗറ്റീവ് ചിന്തകളാൽ ബുദ്ധിമുട്ടുന്നവരുടെ എനർജി ഇവിടെ കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. മുൻപ് നിങ്ങൾക്ക് അടുപ്പമുണ്ടായിരുന്നവർ, നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചിട്ടുള്ള വ്യക്തികളുടെ ഓർമ്മകൾ നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്നു. അല്ലെങ്കിൽ അവർ നിങ്ങളോട് ചെയ്തതായ പല കാര്യങ്ങളും നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. കൂടാതെ സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് അല്പം ഭയമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ ഭയപ്പെടുത്തുന്നു എന്ന് തന്നെ പരാമർശിക്കാം. വളരെയധികം ടെൻഷൻ പല കാര്യങ്ങളിലുമുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. എന്നാൽ യൂണിവേഴ്സ് നിങ്ങളുടെ എല്ലാ വിഷമതകളെയും ഭയത്തെയും ഇല്ലാതാക്കുന്നു ഇവിടെ എന്ന് കാണുവാനായി സാധിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയുടെ അനുഗ്രഹത്താൽ ഉടനെ ജീവിതത്തിൽ വളരെ പോസിറ്റീവായ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. നിങ്ങൾക്ക് വളരെ അനുകൂലമായ ഒരു കാര്യമാണ് സംഭവിക്കാൻ പോകുന്നത്. സന്തോഷം നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. ഒരു പുതിയ തുടക്കം, ഒരു സെക്കൻഡ് ചാൻസ് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. എല്ലാവർക്കും ലഭിക്കാത്തതായ ഒരു ഭാഗ്യം അതിനാൽ നിങ്ങളിലേക്ക് പ്രവേശിക്കുന്നു, നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്ന് തന്നെയാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. സന്തോഷമാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത് എന്നും കാണുവാനായി സാധിക്കുന്നു. പുതിയ റിലേഷൻഷിപ്പ്, ജോലി അല്ലെങ്കിൽ പുതിയ ബിസിനസ്, അങ്ങനെ എന്തുമാകാം. നിങ്ങൾ കുറേയേറെ കഷ്ടപ്പെട്ടിട്ടും കഠിനാധ്വാനത്താലും ആത്മാർത്ഥമായ പരിശ്രമത്താലും ചില കാര്യങ്ങൾ ജീവിതത്തിൽ നടന്നു കിട്ടുവാനായി ശ്രമങ്ങൾ നടത്തിയിട്ടുള്ളവരാണ്. എന്നാൽ ആ കാര്യം നിങ്ങൾ വിചാരിച്ച രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായ ഫലം ലഭിക്കാത്തതായ ഒരു വിഷമം, നിരാശ നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. നിങ്ങൾ എന്തോ ഒരു കാര്യം ചെയ്തതിൽ സ്റ്റക്കായി നിൽക്കുന്നു എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. അല്ലെങ്കിൽ അത്തരമൊരു അവസ്ഥ നിങ്ങൾ നേരിടുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. ഈ കാര്യം കുറച്ചുകൂടി ആലോചിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. അത് ചിലപ്പോൾ ഒരു തീരുമാനമാകാം. ആ തീരുമാനം സ്വന്തം ഇഷ്ടപ്രകാരം നിങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടി എടുക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. എന്ത് കാര്യമായിരുന്നാലും അവ റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എനർജി, അല്ലെങ്കിൽ വീണ്ടും പല കാര്യങ്ങളും ഒന്നേ എന്ന രീതിയിൽ ആരംഭിക്കുന്നതായ സാഹചര്യം നിങ്ങൾക്കുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. നിങ്ങളെ പിരിഞ്ഞു പോയവർ ചിലപ്പോൾ അത്തരം വ്യക്തമായ കാര്യങ്ങൾ പറയാതെ പിരിഞ്ഞു പോയവരാകാം. അതായത് ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കാതെ അകന്നു പോയിട്ടുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. എന്നാൽ കൃത്യമായ ഉത്തരം നിങ്ങൾക്കില്ല എന്നതാണ് വാസ്തവം. ഒരു തെറ്റിദ്ധാരണയാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോയ വ്യക്തികൾ കൂടിയായിരിക്കാം അവർ നിങ്ങളുടെ വില മനസ്സിലാക്കി അവർക്ക് നിങ്ങൾ ആരായിരുന്നു എന്നും നിങ്ങൾ ഇല്ലാത്തതായ അവസ്ഥ അവരെ നെഗറ്റീവായി ബാധിക്കുന്നു എന്നും മനസ്സിലാക്കി നിങ്ങളിലേക്ക് മടങ്ങി വരുന്നതായ ഒരു സാഹചര്യം, അവസ്ഥ ഇവിടെ കാണുവാനായി സാധിക്കുന്നു. നിങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ പൂർണ്ണമായും മാറുന്നതായ സാഹചര്യം യൂണിവേഴ്സ് അവർക്ക് നൽകുന്നു എന്നുള്ളതാണ്. അത് ചിലപ്പോൾ ഒരു തിരിച്ചടിയായി തന്നെ മാറാവുന്നതാണ്. അതായത് അവർക്കൊരു തിരിച്ചടിയാകാം. നിങ്ങളെ വിശ്വസിക്കാതെ മറ്റുള്ളവരെ വിശ്വസിക്കുകയും അവരുടെ കപട മുഖം മൂടി അഴിഞ്ഞ് വീണ് വീണ്ടും നിങ്ങളിലേക്ക് വരുന്നു എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നു.
ഒരു കുറ്റബോധത്തോടെ പലരും നിങ്ങളിലേക്ക് നിങ്ങളുടെ നന്മ മനസ്സിലാക്കി തിരികെ വരുന്നു. അത്തരം ഒരു എനർജി ഇവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ എനർജിയിൽ ഒരു മാറ്റം വരുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. അതായത് നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ആസ്വദിച്ച് ചെയ്യാൻ തുടങ്ങുന്നു എന്ന് കാണുവാനായി സാധിക്കുന്നു. ഒരു ഉണർവ് നിങ്ങളിൽ പ്രകടമാകുന്നു എന്നുള്ളതാണ്. പുതിയ കാര്യങ്ങൾ ജീവിതത്തിൽ അതൊരു പുതിയ തുടക്കങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ ആവേശം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. ഏത് പ്രായത്തിലാണ് എങ്കിലും അത്തരം ഒരു യൗവനത്തിലെ എനർജി നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്ന് കാണുവാനായി സാധിക്കുന്നു. നെഗറ്റീവായ ചിന്തകൾ കുറയുകയും പോസിറ്റീവായ ചിന്തകളും പോസിറ്റീവായ മാറ്റങ്ങളും വരുത്തുന്നതിന്റെ പ്രധാന സൂചനയും ഇവിടെ കാണുവാനായി സാധിക്കുന്നു. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുവാൻ പഠിക്കുന്നു എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. മറ്റുള്ളവരുടെ പിന്നാലെ അവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകി അവർക്ക് വേണ്ടി ജീവിച്ച ചിന്താഗതിയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് കാണുന്നു. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാനും നിങ്ങളെ സന്തോഷത്തിന് പ്രാധാന്യം നൽകുവാനും നിങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇത് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ അനുഗ്രഹത്താൽ മാത്രം സാധ്യമാകുന്ന ഒരു കാര്യം തന്നെയാകുന്നു. ഇനിയും വൈകിയിട്ടില്ല എന്ന ഒരു പോസിറ്റീവായ ചിന്ത പല കാര്യങ്ങളിലും ഈശ്വരാനുഗ്രഹത്താൽ വന്നു ചേരുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. ഉയർന്ന തലത്തിൽ ചിന്തിക്കാൻ ആരംഭിക്കുന്നു എന്ന് കാണുന്നു. ആത്മവിശ്വാസം മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുന്നതായ സാഹചര്യം നിങ്ങളിലുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. ഏത് സാഹചര്യത്തിലാണ് എങ്കിലും വലിയ ഉയർന്ന സ്ഥലത്തേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. ഒരുപാട് പണം മറ്റുള്ളവരെ വിശ്വസിച്ചതിനാൽ നഷ്ടമായ അനുഭവം നിങ്ങൾക്കുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. എന്നാൽ ഇനി നിങ്ങളുടെ അത്യാവശ്യങ്ങൾക്ക് കടം വാങ്ങേണ്ടതായി വരില്ല. അഥവാ നിങ്ങളിലേക്ക് പല കാര്യങ്ങൾ കൊണ്ടും പണം വന്നു ചേരാൻ പോകുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. ഏത് പ്രശ്നത്തെയും തരണം ചെയ്യാനുള്ള ഒരു മനോബലം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. ഇത്രയും നാൾ നിങ്ങൾ തരണം ചെയ്തു എന്നത് വാസ്തവമാണ്. അതായത് പല കാര്യങ്ങളും നിങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് വന്നിട്ടുള്ളവർ തന്നെയാണ്. ഇന്ന് അതേക്കുറിച്ച് ആലോചിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് അഭിമാനം തോന്നുന്നു എന്നുള്ളതാണ്. കാരണം ആർക്കും നിങ്ങളുടെ ഈ വിഷമഘട്ടം അനായാസം തരണം ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ വിശ്വാസത്താൽ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ കടാക്ഷത്താലാണ് നിങ്ങൾ അത്തരം കാര്യങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോന്നിട്ടുള്ളത് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ എന്തിനെ ഭയക്കുന്നുവോ അവയെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ചെറുതാണ്. അതായത് അനായാസം മറികടക്കാം എന്ന വിശ്വാസം നിങ്ങളിലേക്ക് ഓരോ ദിവസം കഴിയുമ്പോഴും കടന്ന് വന്നുകൊണ്ടേയിരിക്കും. ഉറക്കമില്ലാതെ ടെൻഷൻ അടിച്ച പല കാര്യങ്ങളും നിങ്ങൾക്ക് അനായാസം ചെയ്ത് തീർക്കുവാൻ സാധിക്കുന്നു എന്ന തിരിച്ചറിവും വന്ന് ചേരുന്നതാണ്. പുതിയ കാഴ്ചപ്പാട് ലഭിക്കുവാനും ചില കാര്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. മറ്റുള്ളവരെ ശരിയായ രീതിയിൽ ഗൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഇപ്പോൾ ചെയ്യുന്നതായ അഥവാ ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായ കാര്യങ്ങൾ കുറച്ചുകൂടി നല്ല രീതിയിൽ ഐഡിയാസ് വന്ന് തുടങ്ങും എന്ന് തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത്. അതായത് പുതിയ ആശയങ്ങൾ വരികയും കാര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളും ശരിയായ രീതിയിൽ തീരുമാനിക്കാനും അത് വിജയകരമായി പൂർത്തീകരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അത് പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് തടസ്സങ്ങൾ വന്നു ചേർന്നാലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. യാത്രകൾ ചെയ്യുവാനുള്ള സാധ്യതകൾ നിങ്ങൾക്കുണ്ട്. ഈ യാത്രയിലൂടെ പല പ്രശ്നങ്ങൾക്കും ഒരു ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. പല പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഇല്ലാതാവുകയും അപ്രതീക്ഷിതമായ യാത്രകളാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാവുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് തന്നെ മാറുന്നതായ സാഹചര്യങ്ങൾ കടന്നു വന്നു എന്ന് വരാം. നിങ്ങളുടെ ചിന്തകളിൽ മാറ്റങ്ങൾ കടന്നു വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ തന്നെ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുവാൻ ശ്രമിക്കുകയും ഇങ്ങനെ നിങ്ങൾ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്നതിലൂടെ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. കാരണം പല കാര്യങ്ങളും ഇത്തരത്തിൽ പോരാ എന്ന് ചിന്തിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. നന്നായി ജീവിക്കണം എന്നൊരു വാശി നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. മുൻപ് ചെയ്ത ഒരു കാര്യത്തിൽ നിന്നും അപ്രതീക്ഷിതമായി ധനം കൈവന്നിരിക്കുന്നു. സ്വന്തം ഇച്ഛാശക്തിയാൽ
നിങ്ങൾ തീർച്ചയായും രക്ഷപ്പെടും എന്നതിൻ്റെ സൂചനയായി തന്നെ ഇതിനെ പരാമർശിക്കുവാൻ സാധിക്കും. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നു എന്ന സൂചന നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെ ഇവിടെ കാണുവാനായി സാധിക്കുന്നു. നിങ്ങൾ മുൻകൈയെടുത്ത് ചെയ്യുന്നതായ കാര്യങ്ങൾ അത് നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നു എന്ന സൂചന ലഭിക്കുന്നു. അതായത് പല കാര്യങ്ങൾക്കും നിങ്ങൾ മുന്നിട്ടിറങ്ങണം എന്ന സൂചന തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങൾക്ക് നൽകുന്നത്. തീർച്ചയായും കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ ഭവിക്കും. എന്നാൽ ഇപ്പോൾ അനുഭവിക്കുന്നതായ ചില കാര്യങ്ങളെ തരണം ചെയ്യാനുള്ള ശക്തി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ ശക്തി ശരിയായ രീതിയിൽ വിനിയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് തന്നെ പോകണം.